NSEയിൽ വരാനിരിക്കുന്ന ആഴ്ചയിൽ അനുകൂലമായ സാങ്കേതിക സൂചകങ്ങളുടെ പിന്തുണയോടെ നിരവധി സ്റ്റോക്കുകൾ നിലവിൽ മുകളിലേക്കുള്ള പാതയിലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ മോട്ടോഴ്സ്, ICICI ബാങ്ക്, ഇൻഫോസിസ് എന്നിവ ആപേക്ഷിക ശക്തി സൂചിക. മൂവിംഗ് ആവറേജസ് തുടങ്ങിയ മൊമെന്റം സൂചകങ്ങളെ അടിസ്ഥാനമാക്കി സ്ഥിരതയുള്ള കരുത്ത് പ്രകടമാക്കിയ പ്രധാന ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ സ്റ്റോക്കുകൾ ഉയർന്ന താഴ്ചയുടെ ഒരു പാറ്റേണിന്റെ സവിശേഷതയാണ്. പൊതുവെ അവയുടെ ട്രെൻഡ് ലൈനുകൾക്ക് മുകളിൽ നിലകൊള്ളുന്നു. ഇത് ശക്തമായ ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നു. സ്ട്രോങ് അപ് ട്രെൻഡ് പാറ്റേണുകളും ഉള്ള സ്റ്റോക്കുകൾ ലക്ഷ്യമിടുന്നു. ആപേക്ഷിക ശക്തി സൂചിക പോലുള്ള സൂചകങ്ങൾ തുടർച്ചയായ ബൈയിങ് താൽപ്പര്യത്തെ സൂചിപ്പിക്കുന്നു. ഈ സ്റ്റോക്കുകൾ സാധാരണയായി സ്ഥിരമായ ഉയർച്ച പ്രകടമാക്കുന്നു. പ്രധാന പിന്തുണാ നിലകൾക്ക് മുകളിൽ തുടരുന്നു. സെലക്ട് സ്റ്റോക്കുകൾ ഓരോന്നും സമീപകാല സെഷനുകളിൽ ശക്തി പ്രകടമാക്കിയിട്ടുണ്ട്. സെക്ടഡ് സ്റ്റോക്കുകളുടെ വിശദാംശം നോക്കാം. ICICI ബാങ്ക് ലിമിറ്റഡ് വഡോദരയിൽ രജിസ്റ്റർ ചെയ്ത ഓഫീസുമായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര ബാങ്കും സാമ്പത്തിക സേവന കമ്പനിയുമാണ് ICICI ബാങ്ക് ലിമിറ്റഡ്. നിക്ഷേപ ബാങ്കിംഗ്, ലൈഫ്, നോൺ ലൈഫ് ഇൻഷുറൻസ്, വെഞ്ചർ ക്യാപിറ്റൽ, അസറ്റ് മാനേജ്മെന്റ് എന്നീ മേഖലകളിലെ വിവിധ ഡെലിവറി ചാനലുകളിലൂടെയും സ്പെഷ്യലൈസ്ഡ് സബ്സിഡിയറികളിലൂടെയും കോർപ്പറേറ്റ്, റീറ്റെയിൽ ഉപഭോക്താക്കൾക്കായി ഇത് വിപുലമായ ബാങ്കിംഗ്, സാമ്പത്തിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ് FI 46.22%, DII 44.44%, പബ്ലിക് 9.34%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 45,027, ഏണിംഗ് പെർ ഷെയർ 63.19, റേഷ്യോസ് 17.49. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 1362, 52 വീക്സ് ഹൈ 1362, ലാസ്റ്റ് വീക്സ് ഹൈ 1315. ICICI ബാങ്കിന്റെ സമീപകാല ക്വാർട്ടർ ടു ഫലങ്ങൾ വിവിധ സാമ്പത്തിക മെട്രിക്സുകളിലുടനീളം മികച്ച വളർച്ച പ്രകടമാക്കി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന സ്വകാര്യ ബാങ്കുകളിൽ ഒന്നായി അതിന്റെ പദവി ഉറപ്പിച്ചു. ബാങ്ക് 12,947 കോടി രൂപ അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. ഇത് പ്രതിവർഷം ഏകദേശം 14.47% വർധനയെ പ്രതിനിധീകരിക്കുന്നു. അറ്റ പലിശ വരുമാനം 16.08% വർദ്ധിച്ച് 24,100 കോടി രൂപയായി ഉയർന്നതാണ് ഈ വളർച്ചയ്ക്ക് കാരണമായത്. വികസിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾക്കിടയിലുള്ള വിവേകപൂർണമായ സമീപനത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ചെലവുകളുടെ ഭാഗത്ത് 1,381 കോടി രൂപയായി തുക ഉയർന്നു. ഈ വർധനവുണ്ടായിട്ടും ബാങ്കിന്റെ ശക്തമായ മൂലധന നിലയും പ്രവർത്തനക്ഷമതയും ലാഭവിഹിതം അനുകൂലമാക്കി. ലോൺ പോർട്ട്ഫോളിയോയുടെ കാര്യത്തിൽ ICICI ബാങ്ക് റീറ്റെയിൽ, കോർപ്പറേറ്റ് സെഗ്മെന്റുകളിലുടനീളം സന്തുലിത വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഡിജിറ്റൽ ബാങ്കിംഗ് നവീകരണങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച സ്വീകാര്യത നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ മേഖലാ ബാങ്കുകളിലൊന്നായ ICICI ബാങ്ക് ടെക്നിക്കൽ അനലിസ്റ്റുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. വരും ആഴ്ചകളിൽ ഈ ഓഹരികൾ നല്ല മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സ്വകാര്യ ബാങ്കിംഗ് മേഖലയുടെ പ്രകടനം മോശമായെങ്കിലും ICICI ബാങ്കിന്റെ ഓഹരികൾ ഉയർന്ന പ്രവണതയുടെ സൂചനകൾ കാണിക്കുന്നതായി പ്രകടമാക്കിയിട്ടുണ്ട്. മുൻപ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്നാണ് ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ വ്യൂ കമന്റ് ചെയ്യുക. ഇൻഫോസിസ് ലിമിറ്റഡ് ബിസിനസ് കൺസൾട്ടിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഔട്ട്സോഴ്സിംഗ് സേവനങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയാണ് ഇൻഫോസിസ് ലിമിറ്റഡ്. പൂനെയിൽ സ്ഥാപിതമായ ഈ കമ്പനിയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ്. 2021 ഓഗസ്റ്റ് 24-ന് $100 ബില്യൺ വിപണി മൂലധനം കൈവരിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ കമ്പനിയായി ഇൻഫോസിസ് മാറി. 2024-ലെ കണക്കനുസരിച്ച് വരുമാനവും വിപണി മൂലധനവും അനുസരിച്ച് ഇൻഫോസിസ് രണ്ടാമത്തെ വലിയ ഇന്ത്യൻ ബിഗ് ടെക് കമ്പനിയാണ്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 14.43%, FII 33.28%, DII 38.11%,
പബ്ലിക് 13.91%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 26,248. ഏണിംഗ് പെർ ഷെയർ 63.39. റേഷ്യോസ് 29.77. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 1991. 52 വീക്സ് ഹൈ 1991. ലാസ്റ്റ് വീക്സ് ഹൈ 1840. ഇൻഫോസിസ് ലിമിറ്റഡ് അതിന്റെ ക്വാർട്ടർ ടു ഫലങ്ങളിൽ സ്ഥിരതയുള്ള പ്രകടനം കാണിക്കുന്നു. അറ്റാദായം 4.7% വാർഷികാടിസ്ഥാനത്തിൽ 6,506 കോടി രൂപയായും 5.1% വരുമാനം 40,986 കോടി രൂപയായും റിപ്പോർട്ട് ചെയ്തു. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസ് മേഖലയിൽ, പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിലെ വർദ്ധിച്ച ഡിമാൻഡാണ് ഈ വളർച്ചയ്ക്ക് കാരണം. എന്നിരുന്നാലും മറ്റ് വ്യവസായങ്ങൾ, യൂറോപ്പിലെ ഓട്ടോമോട്ടീവ് മേഖല പോലെ മന്ദഗതിയിലുള്ള പുരോഗതി കാണിച്ചു. വടക്കേ അമേരിക്കൻ വരുമാനത്തിൽ ഇടിവുണ്ടായിട്ടും യൂറോപ്യൻ വിപണികൾ ഗണ്യമായി വികസിച്ചു. കമ്പനിയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ആരോഗ്യത്തിന് നല്ല സംഭാവന നൽകി. ടെക് പോർട്ട്ഫോളിയോ ശക്തിപ്പെടുത്തുന്നതിനായി ജനറേറ്റീവ് AI മോഡലുകളിലും പ്ലാറ്റ്ഫോം നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇൻഫോസിസ് അതിന്റെ AI നിക്ഷേപങ്ങളും തീവ്രമാക്കുന്നു. ഇൻഫോസിസ് യോഗ്യരായ ഓഹരിയുടമകൾക്ക് 21 രൂപ ഇടക്കാല ഡിവിഷൻ പ്രഖ്യാപിച്ചിരുന്നു. ഇത് അതിന്റെ സാമ്പത്തിക സ്ഥിരതയിലുള്ള ആത്മവിശ്വാസം പ്രതിഫലിപ്പിച്ചു. ആഗോള സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിൽ ജാഗ്രതയോടെയുള്ള ശുഭാപ്തി വിശ്വാസം നിലനിർത്തിക്കൊണ്ട് കമ്പനി അതിന്റെ സാമ്പത്തിക വർഷത്തിൽ വരുമാന മാർഗനിർദ്ദേശം 3.75 നിന്ന് 4.5% വളർച്ചയിലേക്ക് ക്രമീകരിച്ചു. കഴിഞ്ഞുള്ള ഡിവിഡൻഡ് പ്രഖ്യാപനങ്ങളും മുൻകാല ഫിനാൻഷ്യൽ പ്രകടനങ്ങളും ഇൻഫോസിസിനെ സ്ഥിരതയുള്ള ഒരു ID നിക്ഷേപ വ്യാപാര കമ്പനിയായി നിലനിർത്തുന്നു. ഇതിന്റെ ക്ലൗഡ്, ഡിജിറ്റൽ, AI മറ്റ് ടെക്നോളജി വിപുലീകരണങ്ങളിലേക്കുള്ള നീക്കങ്ങൾ വിപണിയിലെ വിശ്വാസം ഉറപ്പിക്കാൻ സഹായിക്കുന്നു. മുൻപ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്നാണ് ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ വ്യൂ കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. AI അധിഷ്ഠിത വിശകലനത്തിലൂടെ ഈ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നത് ചരിത്രപരമായ ട്രെൻഡുകളും സെക്ടർ നിർദ്ദിഷ്ട ഘടകങ്ങളും കണക്കാക്കിയാണ്. ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അറ്റാദായത്തിൽ 14.47% വളർച്ച പ്രകടമാക്കിയ അതിന്റെ സമീപകാല ക്വാർട്ടർ ടു ഫലങ്ങൾ സുസ്ഥിരവും ഉയർന്ന പ്രകടനം നടത്തുന്നതുമായ സ്റ്റോക്ക് എന്നതിന്റെ പ്രശസ്തി ഉറപ്പിച്ചു. ബാങ്കിന്റെ ആരോഗ്യകരമായ ലോൺ ബുക്ക്, ഫലപ്രദമായ ചെലവ് മാനേജ്മെന്റ്, വ്യവസ്ഥാപിതമായി പ്രധാനപ്പെട്ട ഒരു ധനകാര്യ സ്ഥാപനം എന്ന നില എന്നിവ അതിന്റെ കരുത്തുറ്റ വീക്ഷണത്തെ പിന്തുണയ്ക്കുന്നു. മാർക്കറ്റ് അനലിസ്റ്റുകൾ ICICI ബാങ്കിന്റെ ശക്തമായ അടിസ്ഥാനകാര്യങ്ങളും കാര്യക്ഷമമായ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമുകളും പ്രധാന വളർച്ചാ ചാലകങ്ങളായി വീക്ഷിക്കുന്നു. ഇത് സാമ്പത്തിക മേഖലയിൽ വാഗ്ദാന സാധ്യതയുള്ള ഒരു സ്റ്റോക്കാക്കി മാറ്റുന്നു. താങ്ക് യു.